ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ ഒരു അനദർ നോർമൽ ഡേ ഗൈസ്. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പരിപാടികളൊന്നുമില്ല. ഞാനിപ്പം എഴുന്നേറ്റ് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ആദ്യത്തെ നമ്മുടെ പരിപാടി ഇതാണ്. എൻ്റെ ലഞ്ച് ബർഗർ ജംഗ്ഷനിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ബർഗർ വാങ്ങിച്ചു. ഇതിൻ്റെ പേരാണ് ഫാറ്റ് ബർഗർ. ചിക്കനാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തത്. ബീഫുണ്ട്. ഒരു രക്ഷയില്ലാത്ത ബർഗറാണ് ഗൈസ്. അവിടെ ഇഷ്ടംപോലെ ബർഗറുണ്ട്. വില കൂടിയതുണ്ട്, വില കുറഞ്ഞതുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ബർഗറാണ്. അങ്ങനെ ഭയങ്കര ജ്യൂസിയാണ്. ജ്യൂസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് മെൽറ്റ് ഇൻ മൗത്ത് പാറ്റിയും. ഞാൻ അതിൽ എക്സ്ട്രാ മുട്ടയൊക്കെ വയ്ക്കും. മുട്ടയും നമുക്ക് ഇഷ്ടമുള്ള ആഡ് ഓൺ ചെയ്യാം. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു ചിക്കൻ പാറ്റിയും പറയും. പിന്നെ അവർക്ക് തന്നെ ഒരു ഫാറ്റ് പാറ്റി എന്നൊരു സംഭവമുണ്ട്, ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ. സോ ആ ഒരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് അടിക്കും. എനിക്കറിയാം ചാവാനുള്ള എല്ലാ പരിപാടിയും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, ഫുഡി ആയിപ്പോയില്ലേ. നമ്മൾ ട്രയൽ ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് വേറെ ആരും ടേസ്റ്റ് ചെയ്യാൻ. സോ ലെറ്റ് സി. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ അത് ലൈവ് ടേസ്റ്റിംഗ് കാണിച്ചു തരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ബർഗറിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ബർഗർ ജംഗ്ഷനാണ് ഗൈസ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ബർഗർ എന്ന് പറയുമ്പം ഇവരാണ് എനിക്ക് തോന്നുന്നത് ഈ ഗോർമേ ബർഗേഴ്സ് ആദ്യമായിട്ട് കൊച്ചിയിൽ കൊണ്ടുവന്നവരാണ്. അതിനുശേഷം പിന്നെ കുറേ ഷോപ്സ് തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് ഇത് കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ബിയേർഡ് ട്രിം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓറിന് ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഓറിന് ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ഓറിന് കയറും. എനിക്ക് ഹൃത്തിക് റോഷനെ ഇഷ്ടമാണ് കേസ്. പുള്ളി ഹിന്ദിയിലൊരു അത്യാവശ്യം ബോളിവുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന 2-3 പേരുകളിലൊന്നാണ്. അപ്പം പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, കാഹന പ്യാറയൊക്കെ മുതൽ. അപ്പം ലെറ്റ് സി. ഇതും മിസ്സാക്കണ്ട, കണ്ടേക്കാം എങ്ങനെയുണ്ട്. ചിലപ്പം ബോംബ് കഥയൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും രസമാണ് ഈ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പം ആ ഒരു ഫണ്ടിന് വേണ്ടി കാണുന്നതേ ഉള്ളൂ കേസ്. അല്ലാതെ പ്രത്യേകിച്ച് ഇത് അവാർഡ് വിന്നിങ് പടമൊന്നും ആയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. എന്നാലും പോയി അപ്പം നമുക്ക് ടൈമുണ്ടല്ലോ, പോയി കണ്ടേക്കാം. അപ്പം ആ ഒരു സംഭവമുണ്ട്. പിന്നെ എനിക്ക് സുഹൈറിൻ്റെ വീട്ടിലൊന്ന് പോകണം. പറ്റുമെങ്കിൽ ഞാൻ അവൻ്റെ ഹൗസ് എക്സ്പ്ലോർ ചെയ്യാം. കുറേ സാധനങ്ങളുണ്ട് അവൻ്റെ 3D പ്രിൻറ്റിങ്ങും ഹോട്ട് വീൽസ് കളക്ഷനും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഇന്ന് അവൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം ഗൈസ്. സോ ലെറ്റ്സ് സീ. അപ്പം നമുക്ക് ബർഗർ കഴിക്കട്ടെ ആദ്യം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഗൈസ് ബർഗർ. എൻ്റെ അമ്മേ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഇതാണ് മുട്ട. മുട്ട ആ പാറ്റിയിലെ ഒരു ജ്യൂസിനെസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോളൂ ഗൈസ്, കണ്ടോളൂ. കാണിച്ചു തരാം. എന്താ എൻ്റെ അമ്മ ആ എക്സ്ട്രാ പാറ്റിയും ഈ പാറ്റിയാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ജ്യൂസിയാണ്. മറ്റേ ഞാൻ കുറച്ച് ഇത്തിരി ഗ്രിൽഡ് ആയിട്ടുള്ള പാറ്റിയാണ് എക്സ്ട്രാ വേണം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ പൊള്ളിയാണ്. ബിക്കോസ് ആ മുട്ടയും കൂടെ വരുമ്പം സോഫ്റ്റ് ആൻഡ് കട്ട ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് ഞാൻ കടിച്ച് കാണിച്ചു തരാം. വെയിറ്റ് ഗൈസ്, ഇതാണ് അതിൻ്റെ അകത്ത്. ജ്യൂസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നൊന്നര ജ്യൂസ്. ഇപ്പോൾ നോക്കി കടിക്കുമ്പോൾ ഇസ് അൾട്ടിമേറ്റ് പ്രോട്ടീൻ പാക്ഡ് മീലാണ് ഗൈസ്. എക്സ്ട്രാ ഒരു ചിക്കൻ പാറ്റി വയ്ക്കണം, മുട്ട വയ്ക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. വൺ ഓഫ് ദി ബെസ്റ്റ് ബർഗേഴ്സ് ഇൻ കൊച്ചിയാണ് ഗൈസ്. എൻ്റെ അമ്മ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടിയിൽ അതിങ്ങനെ അലിഞ്ഞു പോവും. പിന്നെ മെസ്സിയാണ് കുറച്ച്, മുഖം മൊത്തമാവും. എത്ര നീറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അതുകൊണ്ട് നമ്മളെ മുഖമൊക്കെ മെസ്സിയാവും. ബട്ട് ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ. അതായത് ഈ ഫ്രൈഡ് ചിക്കൻ ബർഗറൊക്കെ ഇഷ്ടമുള്ളവർക്കല്ല, സോഫ്റ്റ് ആൻഡ് ഇങ്ങനെ ഈ അലിഞ്ഞു പോണ ടൈപ്പ് ഓഫ് പാറ്റി ഇഷ്ടമുള്ളവർക്ക് ദിസ് വിൽ നോട്ട് ഡിസപ്പോയിൻറ്റ് യു ഗൈസ്. വേറെ ലെവൽ സാധനം കേട്ടോ. അങ്ങനെ സൂപ്പർ സോഫ്റ്റാണ് കേട്ടോ ഈ സാധനം. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ സോഫ്റ്റ്. ഇതൊരുമാതിരി ഫുഡീസിൻ്റെ സാധകം പോലെയാണ് കഴിച്ചു. ഈ ഒരു സാധനം കഴിച്ചാൽ മതി. ഇറ്റ് പ്രിപ്പയർസ് യു ഫോർ ദ ഹോൾ ഡേ. പാക്ഡ് മീലാണ്, സൂപ്പർ ടേസ്റ്റി. സോ ബർഗർ ജംഗ്ഷൻ, യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. എത്രയോ വർഷം മുമ്പ് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നത് ഒരു തുടക്ക സമയം മുതലേ ഞാൻ ഓർഡർ ചെയ്യുന്നതാണ്. ബിക്കോസ് അവർക്കൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ ആ സമയം മുതൽ കഴിക്കുന്നവരെ കൺസിസ്റ്റൻസി പക്കയാണ് കേട്ടോ.
അതെ, പുള്ളി എന്തോ പൈലറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു ഓണർ. പക്ഷേ പാഷൻ ഫോർ ഫുഡ് ഈസ് വെരി മച്ച് എവിഡൻറ്റ് ഇൻ ഈ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റും ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ഗൈസ്, ഹാറ്റ്സ് ഓഫ്. ആൻഡ് കീപ് ഫീഡിങ് എസ് ഇങ്ങനത്തെ ഗോർമേ ഐറ്റംസ് ആൻഡ് ബർഗേഴ്സ് ആൻഡ് ഓൾ ദീസ് സ്റ്റഫ്. സൂപ്പർബ് ഗൈസ്, സൂപ്പർബ്. അപ്പോൾ ശരി ഗൈസ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫാറ്റ് ബർഗർ അവിടുത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് അവിടുത്തെ ബർഗർ ജംഗ്ഷനിൽ. ഗൈസ്, നമ്മൾ കഫിക്കാനയിലാണ്. നമ്മളിന്നിവിടെ വന്നേക്കുന്നത് ഒരു പുതിയ ഡിഷ് ട്രൈ ഔട്ട് ചെയ്യാനാണ്. ഡിഷ് എന്ന് പറയാൻ ഒരു ഡെസേർട്ടാണ് സംഭവം, ഫ്രഞ്ച് ഡെസേർട്ടാണ്. അപ്പം മേ ബി ഇറ്റ്സ് ലൈക്ക് എ ഫ്യൂഷൻ തിങ്. പക്ഷേ നമുക്കത് ഉണ്ടാക്കിയ ആളുകൾ തന്നെ ചോദിക്കാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ നാട്ടിൽ ഇത് അധികം കണ്ടിട്ടില്ല ഈ സാധനം, ഈ ടൈപ്പ് ഓഫ് ഡെസേർട്ട്സ് നമ്മളവിടെ വളരെ കുറവാണ്. സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദ ഷെഫ് ബിഹൈൻഡ് ദിസ് മാസ്റ്റർ പീസ്. അപ്പോൾ ആ സാധനം ഉടനെ കാണിക്കുന്നതായിരിക്കും. ദിസ് ഈസ് ഷെഫ് രഞ്ജിത്ത് അല്ലേ? Hi, my name is Ranjit. ഓക്കെ, ഷെഫ് കഫിക്കാനയിലെ ഡെസേർട്ട് ലൈക്ക് പേസ്ട്രി ഷെഫാണോ? Yeah, pastry chef, yes. പേസ്ട്രി ഷെഫാണ്. I made a millifilli, മില്ലി ഫില്ലി. സോ yes, and saffron, lychee. ലിച്ചി. ഓക്കെ, ആ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. സോ Pistachio millifilli with the saffron. Lychee. ഓ നൈസ് നൈസ്. സംഭവം കണ്ട അന്ന് രസം നോക്കിയേ. സ്മോൾ ലൈക്ക് ലേയേഴ്സ് ഓഫ് the cream. Like what is the white thing? Yeah, this is a cream, this is a mascarpone cream. Mascarpone. Yeah, and Caliber white chocolate ganache. And in between Dubai, Okay. pistachio, kunafa. Oh, this is that pistachio kunafa melted Inside the every inside. layer. Okay. And chopped pistachio. That's a saffron, Okay. lychee. Saffron lychee. It's like a pour over. Yeah, in the pour on the thing. top of that. So just a fusion. So Indian and French Indian desserts and together. French dessert fusion. For our Onam special. ഓണം സ്പെഷ്യലാണ്. Yes. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. സംഭവം പക്ഷേ കാണാൻ അടിപൊളിയാണ്, ലുക്കാണ്. നോക്കട്ടെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വെയിറ്റ്, ഇതിൻ്റെ ലേയേഴ്സ് നിങ്ങൾ കണ്ടുപോയി. മാസ്കർപോണി ക്രീം, ദുബായ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്റ്റാഷ്യോ ലെയർ. ഇത് സാഫ്രോൺ സാഫ്രോണിൻ്റെ സാഫ്രോൺ തിങ്. Yeah. അത് അതിൻ്റെ പുറത്തൂടെ ഒഴിക്കാൻ വേണ്ടിയാണ്. What is this? This is pastry. It's pillow pastry. Pillow pastry. Yeah. That pillow pastry. That thin, Yeah, thin pillow pastry pastries. thing. Okay. So The baklava using the sheet. yeah. That same sheet, every single layer, I think is about 7 to 8 layer is there. So So every single layer and ghee, our desi ghee and sugar. oh wow. So ഇത് മറ്റേ തിൻ പേസ്ട്രി ആണ് ഗൈസ്. ഫിലോ പേസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തിൻ ആയിട്ടുള്ള പേസ്ട്രി ആണ്. Like to get this much thickness, you will have to use multiple 7 layers. to 8 layers. 7 to 8 layers you have Yes. to keep. സോ ആ ഒരു സാധനമാണ് ഇത്. ഇതിപ്പോൾ ഇന്നലെ ഇവൻ ഇത് സാധനം മെനുവിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓടി വന്നു. സോ വി വിൽ ടേസ്റ്റ് ഇറ്റ് ആൻഡ് സീ. ഷെഫ്, ഹൗ ഡു വി ഈറ്റ്? ലൈക്ക് ബ്രേക്ക് ഇറ്റ് ആൻഡ് eat Yeah, it? you have to break it. Just in the center, just have touch. And wait, I will pour the Okay. First you have to pour. ഇങ്ങനെ തന്നെ പുറത്തൂടെ ഒഴിക്കണം ഗൈസ് ഈ ഒരു സാധനം. ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒഴിച്ചിട്ട് ഓഫ്. നൈസ്. 1 2 3. എൻ്റെ പോയി. Yes. Done. One by one layer you can eat. സോ Take by the no in the layer one by one. ഇങ്ങനെ ലൈക്ക് In this one layer. Oh yes. you can take it. Oh, like that. Okay. This is So each layer yeah, have each all layer, the yes, sir. all the stuff. Okay, like that. Nice. ഇങ്ങനെയാണ് ഓരോ ലെയറായിട്ട് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ oh, It's so a much balance. flavors guys. Yes. Saffron, the taste is there. And the pastry, it's a very new thing. Mostly ആരും കഴിച്ചു കാണത്തില്ല ഫിലോ പേസ്ട്രിയുടെ സാധനം. That thing is a very new experience when you bite into that pastry crust. But the cream and everything is very rich. Yes. Pista and Mascarpone saffron, cheese. We everything are not is like using that. any other cream. Giving it more like an Arabic Yes. touch Exactly. to it. I think the French influence is mostly the mascarpone cream and the pastry. Yes.
It's nice, really good. Pista and saffron infused. It's good. I like it, chef. Yes, sir. It's Just nice. every layer you have to take. Every layer we have to take it and Yeah, eat it. yeah, like that. Oh, this is like a very big bite. But it's nothing. So light. Yes, that's the main thing concept. It's no sugar level, or to eat a dessert also not too big is enough for one person. ഭയങ്കര സ്വീറ്റ് ഒന്നുമല്ല. No, Not at all very sweet. no. We are not You using get any. that flavor. No, sir. Sugar not using. They're using the Caliber 54 chocolates. The chocolate one. Yes, sir. So basically പഞ്ചസാരയുടെ ടേസ്റ്റ് അല്ല. You get all the flavors. Yes. പിസ്തയുടെ ക്രീമിൻ്റെ ക്രീം ഇസ് റിച്ച്. കുറച്ച് നമുക്ക് വേണമെങ്കിൽ അൺഹെൽത്തി ആയിട്ട് പറയുന്നത് ആകെ ഈ ഒരു ക്രീമാണ്, മാസ്കർപോണി ക്രീം. Yes. ഫസ്റ്റ് ചെയ്യാം. When is this launching in the menu? They have not launched it, right? Still not, sir. Still in the testing phase. Yes. I'm waiting for my boss. ബോസ് I will show. ബോസ് ഇങ്ങനെ ബോസ് എപ്പോൾ വരും? ബോസിന്റെ സൗണ്ട് കേട്ടാ മതി പറഞ്ഞത്. മറ്റേ സൂപ്പർ സാധനം. ലൈക്ക് ഐ ലൈക്ക് ഇറ്റ്. Yes, sir. Really good. I'm waiting for more. Sir, I That want. പാലട പായസം crossover. Yes. I'm waiting for that. The ഷെഫിനെ കാണിച്ചു കേട്ടോ. I need really your feedback. This is good. Really nice. This is very different. Yes. Like we get that influence of different stuff. Like French, Okay. Arabic. Ah. Like everything Yeah, is there yeah. mixed into That's one why dessert. I fusion it. So it's kind of very interesting. Flavor profile. Like it. Where were you working before? Actually, I started from Taj Coromandel, Chennai. Chennai. After that, Park Shuttle, Adair Gate. After that, I went US. 11 year in cruise line, Oh, nice. and 6 year work on a land. So you have tried and tested everything. All the Yeah, mostly I work 17 years in US only. mostly pastry chef. All your No, I experience. study on as a diploma bakery and confectionery. But your work is basically like a Fully this pastry. many years of Yeah, being bakery a and pastry chef. confectionery. That's That shows in the quality of the dessert, guys. So എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സാധനം. This is like really good. again touch. Like that touch should be like really. Again, one by one, you can layer, you can remove. Yeah. But you cannot press one time. It will get all collapse. This is like ഇങ്ങനെ എടുക്കുക, ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കുക. ഈ ലെയർ നിങ്ങൾ വിചാരിക്കുന്നത് ഒറ്റ ഷീറ്റാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഇത് ഇത്രയും കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത്. ദിസ് ഇസ് വെരി തിൻ പേസ്ട്രി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് മേ നോട്ട് എല്ലാവരും കഴിച്ച ഒരു ഫീലിംഗ് കാണത്തില്ല. ദിസ് ഇസ് എ ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. സൂപ്പർ ടേസ്റ്റി. ഞാൻ അത് ഫുൾ ഫിനിഷ് ചെയ്യട്ടെ. താങ്ക് യു ഷെഫ്. Thank you, sir. അല്ല ഗൈസ്, നമ്മൾ സുഹേറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സുഹേർ ഇപ്പോൾ എഡിറ്റിംഗ് പഠിപ്പിക്കും. എന്തൊക്കെയോ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് സാധനം എടുത്താണ്. അപ്പോൾ അത് അവനെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. ഹോട്ട് വീൽസൊക്കെ എവിടെയാണ് വെച്ചേക്കണം? അലമാരിനകത്താ? നമുക്ക് ഗൈസ് അവൻ്റെ ഹോട്ട് വീൽ കളക്ഷൻ നോക്കാം. നമുക്ക് ഇതൊന്നുമല്ല, നമുക്ക് അവൻ്റെ ഫുൾ കളക്ഷൻ കാണാൻ കഴിച്ചാൽ എല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കണം. കൊച്ചു കള. അവന് കാർ പ്രാന്തനാണ്. അവൻ സ്പോഞ്ച് ബോബ് പ്രാന്തനാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സുഹേർ. അതന്നെ, അവൻ്റെ കുട്ടിയായിട്ട് അവനിപ്പോഴും കളക്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, കുട്ടി ബാർബിയാണോടാ? ഞാൻ കണ്ട് അതായിരിക്കും. പാവം സുഹേർ. എങ്ങനെ നടന്ന സുഹേറാണ്. ഇപ്പൊ കൊച്ചിനെ കളിപ്പിച്ച് കാരണം നിന്റെ കാറിലായിരിക്കും താല്പര്യം. ആരും ഒരാൾ ചോദിച്ചാൽ നിന്റെ കാറിലുള്ള മറ്റേ ആപ്പിന്റെ പറ്റി, അന്ന് നമ്മള് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്കൊരു ചേട്ടൻ ചെയ്യാം. എല്ലാം നിന്റെ ഗീക്കി സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. പയ്യന്മാരെ കേട്ട് ഞെട്ടട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ വരാം. ഗൈസ്, സുഹേറിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ബ്ലാക്ക് കോഫി ഇട്ട് തന്നിരിക്കുകയാണ്. സുഹേർ കാ പത്നി. എന്നെ കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ മുറുക്കൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതാണ് കൊള്ളാം. പക്കാവട. നൈസ്.
നല്ല ചാറ്റ് ടേസ്റ്റ് മറ്റേ എന്താ നംകീൻ ഹെൽത്തി പീപ്പിൾ ഗൈസ് സേ ഹായ് ഹഫ്സ നാളെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നത് സുഹേർ ഗൈസ് നമ്മൾ കാപ്പി പിടിച്ചിട്ട് വരാം ഗൈസ് ഇതാണ് സുഹേറിൻ്റെ 3D പ്രിൻറ്റിങ് സെറ്റപ്പ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് വെച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് നൈസ് ക്യൂട്ട് ഐറ്റംസ് 3D പിന്നെ എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ അതാണ് വെച്ചേക്കുന്നത്. ഓ മൈ ഗാഡ് ഗൈസ് സുഹേറിൻ്റെ കാർ കളക്ഷൻ കാറും ഹോട്ട് വീൽസും ടോയ്സും ഇല്ലാത്തൊന്നുമില്ല. കാറുകൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. എനിക്ക് എന്തുമാത്രം ഹോട്ട് വീൽസ് അടിക്കി അട്ടി വെച്ചേക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അമ്മ എത്ര വർഷമായിട്ട് കളക്ട് ചെയ്യണമെന്നറിയാമേ. തുറക്കാതെ വെച്ചേക്ക. പിന്നെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ടല്ലേ. പിന്നെ ഓരോന്ന് ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചേക്കാം. സോ മെനി സ്റ്റഫ് ഗൈസ്. ഇതാണ് ബാറ്റ്മാൻ്റെ കാറ്. ഓ പൊളി സാധനം. നല്ല ഡീറ്റെയിലിംഗ് അല്ലേ, രസമുണ്ട്. സൂപ്പർ സാധനം. മെറ്റാലിക് എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് കേസ്. എനിക്ക് തന്നെ അറിയാം. ഒരുപാട് റെയർ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ എങ്ങനെ റെയർ എടുത്ത് പറയാനാണെങ്കിൽ ബാറ്റ്മാൻ്റെ തന്നെയാണ് റെയർ, സീരീസ് ബാറ്റ്മാൻ. പിന്നെ ഇനിയും എടുത്ത് റെയർ പറയാൻ കംപ്ലീറ്റ് ബാറ്റ്മാൻ്റെ സാധനങ്ങളാണ്. ബാറ്റ്മാൻ്റെ ഭയങ്കര മറ്റേ പണ്ടത്തെ നൈറ്റ് റൈഡർ. ഓ ഇത് സൂപ്പറാണ് ഗൈസ്. നമ്മളൊക്കെ പണ്ട് കണ്ട് വളർന്ന ഐറ്റം നൈറ്റ് റൈഡറിൻ്റെ കാറ്. ഓ ഇത് സ്ട്രീറ്റ് ഹോക്കും കൂടെ കിട്ടും നോക്കടാ. പഴയ ബൈക്ക് സ്ട്രീറ്റ് ഹോക്ക് എന്നൊരു ബൈക്ക്. ഓക്കല്ലേ. പിന്നെ നമ്മുടെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് സാധനം ഉണ്ട്. എനിക്ക് DM വരുന്ന ഒരു കണക്കില്ല അതിന് വേണ്ടിയിട്ട്. അതേതാ സാധനം? ഷോസ് വാട്ട് ഇറ്റ് ഈസ്. ഇത് നിസാൻ സ്കൈലൈനാ. ശേ അത് കാണിച്ചേ. RS. അതും ഈ കളർ. ഓ ഇത് പൊളി കേട്ടാ. ഇത് മറ്റേ ഭയങ്കര റെട്രോ കളേഴ്സ് ആയത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയാ? ഇതും ഇവിടെ തന്നെ. പക്ഷെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 5-6 കൊല്ലം മുമ്പ് മേടിച്ച. ഇത് സൂപ്പർ കേട്ടോ. അടിപൊളി സാധനം. പൊളി രക്ഷയില്ല. ഞാൻ കുറെ വർഷമായി കഴിച്ചു. എനിക്ക് അതിനെ പരിചയമുള്ള സമയം മുതലേ ഞാൻ കളക്ട് ചെയ്യുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് കാറുകളും. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കാർസിന്റെ എഡിഷൻ അല്ലേ. ഇത് ഹോട്ട് വീൽസ് അല്ലല്ലോ. ഹോട്ട് വീൽസ് അല്ല, പക്ഷെ സെയിം തന്നെ. ഒരു വൈറ്റ് പോഷ ഉണ്ട്. ഇതും അത്യാവശ്യം റെയർ ആണ്. ഇതിപ്പോ രണ്ടും വേറെ വേറെയാണ്. ഇത് 911 റെഡും ഇത് വേറെ ഏതോ. പക്ഷെ ഇത് വൈറ്റും സൂപ്പർ. ഇതിന്റെ അലോയ്സും ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റിംഗ്രേ 2016 ആ സമയത്തുള്ള സാധനങ്ങൾ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. മൊത്തം നമ്മൾ ഇതിനു വേണ്ടി ഒരു ദിവസം വരേണ്ടി വരും. മൊത്തം അടുത്ത് ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ. ഫെറാറി ഇപ്പം ഈ അടുത്ത് വരാൻ തുടങ്ങി. പക്ഷെ എൻ്റെ അടുത്ത് ഫെറാറി പണ്ട് മുതലേ ഉണ്ട്. ഓ ഇത് ഫെറാറി ഇപ്പോൾ റെഡ് ആണ് ഇപ്പോൾ വരാൻ തുടങ്ങിയത്. ഇതിൻ്റെ അടുത്ത് 599 GTB. എനിക്കറിയില്ല, അങ്ങനെയാണ് ആ റീലിൽ കണ്ടത്. നീ വെച്ചേക്കണൊക്കെ നിനക്ക് കറക്റ്റായിട്ട് അറിയാമല്ലേ എവിടെയൊക്കെ എന്തൊക്കെ കാർ ഇരിക്കുന്നത്. ഞാൻ വിന്റേജ് ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക ക്ലാസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. എത്ര പ്രായമായാലും അവൻ്റെ ആക്രാന്തം മാറുന്നില്ല ടോയ്സിനോടുള്ള. പിന്നെ അടുത്ത ബാറ്റ്മാൻ ഇറങ്ങുമ്പോൾ അതും ആ കളക്ഷൻ വെക്കണം. ബാറ്റ്മാൻ എല്ലാം ഉണ്ട് എടുത്തിട്ടുണ്ട്. ബാറ്റ്മാൻ ഈ ഒരു അലമാരി വന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ വേറെ. ഇത്രയും വർഷം കളക്ട് ചെയ്ത സാധനമാണ് കേസ്. ഇതും ഭയങ്കര ഇപ്പൊ ഇന്ത്യയിൽ കിട്ടാൻ തന്നെ 2000-3000. ഇതിപ്പോ 599 കയറുന്ന സമയത്താണ് മേടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ കിട്ടൂല. ഇപ്പൊ കിട്ടിയാലും റീസെല്ലേഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ പുതിയ ഹോബിയാണ് ഇത്. ഇനി ഇതിൽ പുതിയ ഐറ്റംസ് പ്രിന്റ് ചെയ്ത് ഇറക്കും. 3D പ്രിന്റിങ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എന്നാലും ഓൾ ദ ബെസ്റ്റ്ടാ. താങ്ക് യു. ഞാൻ പിന്നെ അവൻ്റെ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിതൊരു പുതുമയല്ല. സോ ഞാൻ വിചാരിച്ചു അവൻ്റെ ഈ ഒരു സംഭവം കാണിക്കാം. അവൻ്റെ ഇന്ന് എഡിറ്റ് ചെയ്യാൻ വന്നപ്പം ഇതും കൂടെ കാണിക്കാന്നുള്ളത്.
അപ്പം ശരി ഗൈസ്, നമ്മൾ എഡിറ്റ് ചെയ്യട്ടെ. ബൈ. അങ്ങനെ ഗൈസ്, ഇന്നത്തെ വ്ളോഗും പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്ക് ടു സുഹേർ. ഞാനും ദുബായിൽ വെച്ച് പല ഷൂട്ടുകളും ചെയ്തുകൊണ്ട് നടന്നതാണ്. പല ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷൂട്ടുകളാണ് ഗൈസ്, ഫുൾ ഫാഷൻ ഷൂട്ടും സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതിനുശേഷം അതിനുശേഷം സുഹേർ പിന്നെ പ്രാരാബ്ധക്കാരനായി, കല്യാണമൊക്കെ കഴിച്ച് കൊച്ചൊക്കെ ആയി, ഇപ്പം ഭയങ്കര ബിസിയാണ്. അപ്പം ഞാൻ അവനെ വലിച്ചെടുത്തുകൊണ്ട് വന്ന ഗൈസ്. അപ്പം അങ്ങനെ ഉണ്ടായ സുഹേറെ ബാക്ക് ഇൻ ആക്ഷൻ. അതെ, പഴയ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇട്ടൊക്കെ ചെയ്ത് സാധനം റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ഷോർട്സ് നമ്മൾ കിടിലായിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്, ഒരു ക്യാമറയുടെ സാധനമാണ് വരുന്നുണ്ട്. അപ്പം തൽക്കാലം ഷോർട്സ് നിങ്ങൾ കാണുക, ലോങ് ഫോർമാറ്റ് ഉടനെ വരും, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവം. സോ വാച്ച് ഔട്ട് ഗൈസ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു സംഭവബഹുലമായ ഡേ ആയിരുന്നു. ഇനി ബാക്കി നാളെ അല്ല, അടുത്ത വ്ളോഗിൽ. എന്നും ഡെയിലി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റൂല ഗൈസ്, അത്രയ്ക്കുള്ള സംഭവങ്ങളൊന്നും ഇല്ല ചെയ്യുന്ന. ലൈക്ക് ഇനി എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ളതൊക്കെ ചെയ്ത് തുടങ്ങണം. സോ എന്തായാലും അവനെ കിട്ടിയില്ല, അവൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവനെയും കൊണ്ട് കുറേ പരിപാടികളുണ്ട് ഗൈസ്. ട്രാവലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ടൂർ. ഓൾ ഇന്ത്യ ടൂർ അടി അത്രയ്ക്കൊന്നും വേണ്ട. നമ്മളെന്തായാലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ കുറച്ച് നൈസ് വ്ളോഗ്സ് ഇറക്കാൻ നോക്കാം ഗൈസ്. അതെ, നമ്മളെ റെയിൻകോട്ട് വ്ളോഗ് ഓർമ്മയുള്ളവർക്ക് അറിയാം. നമ്മൾ ഭയങ്കര ഹാപ്പനിങ് സാധനങ്ങളാണ് എല്ലാം ഇറങ്ങുന്നത്. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ സി യു, ടാറ്റ, കാണാം, ബൈ.